അങ്ങനെ ചാനൽ ചാഞ്ചാട്ടം വീണ്ടും നടന്നുകൊണ്ടിരിക്കുന്നു. സുജയ പാർവതി റിപ്പോർട്ടർ ചാനലിൽ നിന്ന് നേരെ ബിഗ് ടിവിയിലെ എൻ്റെ സീനിയറായിട്ടുള്ള കോർഡിനേറ്റിംഗ് എഡിറ്ററായിട്ട് പോയപ്പോൾ, അല്ലെങ്കിൽ എൻ്റെ ചീഫ് എഡിറ്ററായിട്ട് പോയപ്പോൾ, മരം മുറി ചാനല് ട്രീ കട്ടർക്ക് എന്ത് ചെയ്യണമെന്നറിയാതിരുന്നപ്പോൾ, നിങ്ങളൊരു പെണ്ണിനെ കൊണ്ടുപോയാൽ ഞങ്ങളൊരു പെണ്ണിനെ തന്നെ കൊണ്ടുവരും, നിങ്ങൾ വനിതയെ കൊണ്ടുപോയാൽ ഞങ്ങൾ വനിതയെ കൊണ്ടുവരും, സ്ത്രീയെ കൊണ്ടുപോയാൽ സ്ത്രീയെ കൊണ്ടുവരും. മാധു സജിയെ പൊക്കി. മാതൃഭൂമി ഈ പൊക്കുന്നതെല്ലാം മനോരമ മാതൃഭൂമി എന്നാണ് കേട്ടോ. കാരണം മനോരമ മാതൃഭൂമി ഏഷ്യാനെറ്റിൽ നിന്ന് വലുതായിട്ട് പൊങ്ങുന്നില്ല, പക്ഷേ മനോരമയിൽ നിന്ന് മാതൃഭൂമിയിൽ നിന്നൊക്കെയാണ് വലുതായിട്ട് പൊങ്ങുന്നത്. അവർക്ക് അത്ര വലിയ പെർക്സ് കൊടുക്കാൻ ചിലപ്പോൾ കാണത്തില്ല. എന്തായാലും തീർച്ചയായിട്ടും മാധു സജിയെ പൊക്കി. അവർ മാതൃഭൂമിയിൽ വന്നിരുന്നു, വലിയ ബഹളമായിരുന്നു. എന്നാലും മാതൃഭൂമിയിൽ അത്യാവശ്യം പേരൊക്കെ, സ്മൃതി പരുത്തിക്കാട് പോയതിന് ശേഷം അത്യാവശ്യം രണ്ടുപേരുള്ളപ്പോഴും അവർക്ക് പേരുണ്ട്. എന്നാലും സ്മൃതി പരുത്തിക്കാട് പോയപ്പോൾ ഒരു ഏക പെൺതരിയല്ലേ, കനൽ ഒന്ന് മതിയല്ലോ, ഒരു കുറച്ച് പോരെ എന്നുള്ള നിലയിൽ മാധു സജി വളരെ സജീവമായിട്ടുണ്ട്. പക്ഷേ അവരെ കൂടി പൊക്കിയെടുത്ത് ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു. അപ്പോൾ ഇപ്പോൾ അന്തിച്ചർച്ചയ്ക്ക് വീണ്ടും വലിയ ആളായി. അപ്പോൾ ഒരു വനിതയുടെയും കൂടെ ആയി, രണ്ട് വനിതയായി. നേരത്തെ രണ്ടുണ്ടായിരുന്നു. സ്മൃതി പരുത്തിക്കാടും അവർ കോൺഗ്രസിന് വേണ്ടി പറയും, നമ്മുടെ അരുൺ CPM-ന് വേണ്ടി പറയും. അപ്പോൾ പിന്നെ BJPക്ക് വേണ്ടി പറയാനായിരുന്നു സുജയ പാർവതി. പക്ഷേ മാധു സജി BJPക്ക് വേണ്ടി പറയുമോ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. കാരണം ഇന്നലെ വരെ സംഘപരിവാറിനെ തലങ്ങും വിലങ്ങും തള്ളയ്ക്കും തന്തയ്ക്കും വിളിച്ചുകൊണ്ടിരുന്ന മാധു സജി ഇനി ഇവിടെ കയറിയിരുന്ന് BJP റോൾ കളിക്കുമോ, അല്ലെങ്കിൽ ആരാണ് BJPക്ക് അനുകൂലമായി ട്രീ കട്ടറിൽ വരുന്നത്, കട്ട് ചെയ്യുന്നതെന്ന് നമുക്കറിയാനൊരു താല്പര്യമുണ്ട്. എന്തായാലും 100 പേരെ ഒന്നിച്ചണിനിരത്തിക്കൊണ്ട് 100 റിപ്പോർട്ടർമാരെ ഒരു ദിവസം റിക്രൂട്ട് ചെയ്തു. അങ്ങനെ 700 റിപ്പോർട്ടർമാരുള്ള ലോകത്തിലെ അപൂർവ സംഭവമാണ് നമ്മുടെ റിപ്പോർട്ടർ ചാനൽ എന്നൊക്കെ പറഞ്ഞുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് തള്ളലുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്തായാലും കൊള്ളാം. നമ്മൾ ഇങ്ങനെ വേണം. നിങ്ങൾ ഇരിക്കുന്ന ചാനലിൽ ആദർശം പറയുക, 4 ദിവസം കഴിയുമ്പോൾ അവിടെ നിന്ന് ചാടി കുറച്ച് പൈസയ്ക്ക് വേണ്ടിയായിരിക്കും, അല്ലെങ്കിൽ ഒരു പൊസിഷന് വേണ്ടിയായിരിക്കും, അല്ലെങ്കിൽ ഒരു പദവി, നെക്സ്റ്റ് കേഡറിലേക്കുള്ളൊരു പദവിയിലേക്ക് വേണ്ടിയായിരിക്കും നിങ്ങൾ ചാടുന്നു. അങ്ങനെ ചാടിക്കളിക്കുന്നവരുടെ യാതൊരു തത്വമോ യാതൊരു ആദർശമോ യാതൊരു തത്വദീക്ഷയുമില്ലാതെ ചാടിക്കളിക്കുന്നവരുടെ ഏറ്റവും വലിയ ഇടമായി എന്നിട്ട് അവർ നാട്ടിൽ ജനാധിപത്യവും ഭരണഘടനയും അതും ഇതൊക്കെ പഠിപ്പിക്കാൻ ഇറങ്ങും. പറയാതെ വയ്യ, നിൽക്കാതെ വയ്യ, ഇരിക്കാതെ വയ്യ, പിന്നെ തുടങ്ങി 100 കണക്കിന് ചർച്ചകളും കാര്യങ്ങളൊക്കെ പറയും. നാട്ടിലിറങ്ങി പറയും, കവർ സ്റ്റോറി, പിന്നെ കവറില്ലാത്ത സ്റ്റോറി എല്ലാം പറയും. പക്ഷേ അവരവൻ്റെ കാര്യം വരുമ്പോൾ അവനവൻ്റെ കാര്യം നോക്കാൻ അറിയാം. അവർ ഒന്നുകിൽ പണത്തിൻ്റെ പിറകെ പോകും, അല്ലെങ്കിൽ പദവിയുടെ പിറകെ. കരിയർ എക്സ്പെക്റ്റേഷൻ വളരെ പ്രധാനമാണ്. കരിയറിൻ്റെ കാര്യമാണ് പ്രധാനം. പക്ഷെ മറ്റുള്ളവർ കരിയറിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, പൊളിറ്റിക്കൽ കരിയറിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരെ അവമതിക്കും. അവരും കരിയറിനെ കുറിച്ചല്ലേ ചിന്തിക്കുന്നത്. പൊളിറ്റിക്കൽ കരിയറിൽ ഇവിടെ നിൽക്കുന്ന ഒരാൾ അപ്പുറത്തോട്ട് പോകുമ്പോൾ, അപ്പുറത്ത് നിൽക്കുന്ന ആളുകൾ ഇങ്ങോട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ രണ്ടിടത്ത് നിൽക്കുന്ന ആൾ മൂന്നാമത്തെ സ്ഥലത്ത് പോകുമ്പോൾ ഇവർ അവമതിക്കും. അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. അല്ലാതെ എല്ലാവരും അവരവരുടെ കരിയർ ഇടം കണ്ടുപിടിക്കട്ടെ. അവരവർക്ക് ഏറ്റവും ബെറ്റർ പെർക്സ് കിട്ടുന്ന, ബെറ്റർ സാലറി കിട്ടുന്ന സ്ഥലത്തേക്ക് പോട്ടെ. അത് പിന്നെ മുസ്ലിം ചാനലാണെന്നോ, അല്ലെങ്കിൽ പാർട്ടി ചാനലാണെന്നോ. ഇപ്പോൾ ജയ്ഹിന്ദ് പാർട്ടിയുടെ ചാനലാണ്, കോൺഗ്രസിൻ്റെ. കൈരളി CPM-ൻ്റെ ചാനലാണ്. മീഡിയ വൺ എന്ന് പറയുന്നത് ജമാഅത്ത് ഇസ്ലാമിയുടെ ചാനലാണ്. അങ്ങനെ പല കൈരളി അതുപോലെ അമൃത ചാനൽ എന്ന് പറയുന്ന അമൃത പിന്നെ അമൃത മഠത്തിൻ്റെ ചാനലാണ്. അങ്ങനെ ഓരോ ചാനലും, ഇപ്പോൾ ജനൻ TV മറ്റൊരു വിഭാഗത്തിൽപ്പെടുന്നതാണ്, മാതൃഭൂമി പത്രത്തിൻ്റെതാണ്, മനോരമ പത്രത്തിൻ്റേതാണ്, ഏഷ്യാനെറ്റ് സ്വതന്ത്രമായി നിൽക്കുന്നത്. ഇങ്ങനെ ന്യൂസ് 18 പിന്നെ നാഷണൽ നെറ്റ്വർക്കിലുള്ളതാണ്, 24 മറ്റൊരു സംവിധാനത്തിൽ നിൽക്കുന്നതാണ്, ഗോകുലം ഗോപാലനും ശ്രീകണ്ഠൻ നായരും സംവിധാനം കൊണ്ട്. അപ്പോൾ ഓരോ ചാനലും, ഇപ്പോൾ ബിഗ് TV ആണെങ്കിൽ ആന്ധ്രയിലും കർണാടകത്തിലുള്ള സംവിധാനത്തിൻ്റെ ഭാഗമായി നാഷണൽ ചാനലിൽ നിന്ന് വരുന്ന ഒരു സ്ട്രീമാണ്. അപ്പോൾ ഇങ്ങനെ പല സ്ട്രീമുകളിൽ വന്നിരിക്കുന്ന സ്വകാര്യ ചാനലുകളിൽ ഓരോ ദിവസവും ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിച്ച് മാറി കളിച്ച് ഇന്നിതിൽ കാണുന്നു, നാളെ മറ്റതിൽ കാണുന്നു. മറ്റതിൽ കാണുമ്പോൾ കുറച്ചുകൂടി വലിയ പരിപാടി. ഉണ്ണി ബാലകൃഷ്ണൻ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ, റിപ്പോർട്ടറിൽ ഉണ്ടായിരുന്നപ്പോൾ അവതരിപ്പിച്ച പരിപാടിയല്ല ഏഷ്യാനെറ്റിൽ വരുമ്പോൾ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറഞ്ഞ് വലിയ യുദ്ധമാണ് അവിടെ നടത്തുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചാനലായാലും ആളുകളായാലും ഇത്രയേ ഉള്ളൂ. അവർക്ക് കൂടുതൽ പെർക്സ് കിട്ടിയാൽ, കൂടുതൽ പൊസിഷൻ കിട്ടിയാൽ അവർ പോകുന്നത് തെറ്റുമല്ല. പക്ഷെ ഇത്രയേ ഉള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്തായാലും മാധു സജി റിപ്പോർട്ടർ ചാനൽ പോയിരിക്കുകയാണ്. അവർ ഊരിയെടുത്തു. ഇനി ഹാഷ്മിൻ താജുദ്ദീൻ ഉണ്ട്. അദ്ദേഹത്തെ പൊക്കാൻ ബിഗ് TVക്കാർ റഡാർ വിരിച്ചിട്ടുണ്ട്. അതിന് എന്നാണ് അവർ ചാടുന്നത് നമുക്കറിയില്ല. അതുപോലെ തന്നെ പലരെയും ചാടിക്കാനായിട്ട് പ്രസാദ്
വലിയ ആശയത്തോടുകൂടിയല്ലേ ആദർശത്തോടുകൂടിയല്ലേ എവിടെ നിന്നത്, ഏഷ്യാനെറ്റിൽ നിന്നത്. രാവിലെ കാണാം ടപ്പോനെ അപ്പുറത്ത് ചാടി. അപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുന്നു. അവർ ചാടട്ടെ. അവർ എന്നിട്ട് ഇനിയും പുതിയ ചാനലുകൾ വരാൻ സാധ്യതയുണ്ട്. എൻ്റർടൈൻമെൻറ്റ് ചാനൽ വരാൻ, ന്യൂസ് ചാനൽ വരാൻ. 11 ചാനലായി. ഇപ്പോൾ 11ാമത്തെയാണ് ബിഗ് ടി വി വന്നിരിക്കുന്നത്. ഇനിയും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ചാടട്ടെ, കളിക്കട്ടെ, ചാഞ്ചാടി കളിക്കട്ടെ. പക്ഷേ മറ്റുള്ളവർ ചെയ്യുമ്പോൾ, മറ്റുള്ളവർ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവിടെ കയറി കൊത്തി വലിച്ച് ഈ ചാനലിൻ്റെ 4 പേര് 4 മൂലയിലിരുന്ന്, ഒരാൾ BJP, ഒരാൾ കോൺഗ്രസും, ഒരാൾ CPM, ഒരാൾ പിന്നെ നിഷ്പക്ഷനും അങ്ങനെയൊക്കെ ഇരുന്ന് കൊത്തി കീറുന്നത് പണി മതിയാക്കണം. അതാണ് പ്രധാനം. അല്ലാതെ ആളുകൾക്ക് സ്വതന്ത്രമായി ഭരണഘടന അനുവദിക്കുന്നതനുസരിച്ച് ഇഷ്ടമുള്ള ചാനലിൽ പ്രവർത്തിക്കട്ടെ, ഇഷ്ടമുള്ള പദവി സ്വീകരിക്കട്ടെ, ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യട്ടെ. അതിനുള്ള സ്വാതന്ത്ര്യം കൂടി ഈ ചാനലുകാർ ഒന്ന് അനുവദിച്ച് കൊടുക്കണം. അങ്ങനെ കൊടുക്കാതെ വരുമ്പോഴാണ് സോഷ്യൽ മീഡിയയിലൊക്കെ മാപ്ര എന്നൊക്കെ പറഞ്ഞ് മാധ്യമപ്രവർത്തകരുടെ മാധ്യമപ്രവർത്തകർ എന്ന് പറഞ്ഞാൽ മനോഹരമായ പേരാണ്. അതിനെ ചുരുക്കി മാപ്ര എന്ന് പറയുമ്പോൾ ഒരു അശ്ലീലം പോലെ തോന്നും, അല്ലെങ്കിൽ ഒരു മോശം പേരായിട്ട് തോന്നും. മോശം പേരായിട്ടൊക്കെ ഇട്ട് ഇങ്ങനെ കുത്തി കീറുന്നത്. എന്തായാലും മാധു സജുയ്ക്ക് എല്ലാ ഭാവുകളും തരുന്നു. ട്രീ കട്ടർ ചാനലിന് എത്ര ഭാവിയുണ്ടെന്ന് നമുക്കറിയില്ല. കാരണം അവർ കേസ്, വഴക്ക്, പിന്നെ അവരുടെ ഈ മരമുറി സഹോദരന്മാർ, അഗസ്റ്റിൻ സഹോദരന്മാർക്ക് കോടതിയിൽ നിന്ന് കിട്ടുന്ന തല്ല്, കൊട്ട്, ശിക്ഷ, പെനാലിറ്റി, അങ്ങനെ കുറേ കാര്യങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ആദർശശുദ്ധിയുള്ള ടീമല്ലത് എന്നുള്ള കാരണം സർക്കാരിൻ്റെ പൊതുസ്വത്ത് കക്കുന്നവർ വേറെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അവർ പിന്നെ ന്യായം പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ അതിന് പറ്റിയ ടീമാണ് ഈ അരുണൊക്കെ, ഡോക്ടർ അരുണൊക്കെ. യാതൊരു ലക്ഷ്യബോധവുമില്ലാതെ പണം കിട്ടുമെന്ന് പറഞ്ഞാൽ എന്ത് പ്രോഗ്രാം അവതരിപ്പിക്കുന്ന, എന്തും അവതരിപ്പിക്കാൻ, ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു വന്നാൽ ശരിയല്ല, അദ്ദേഹം ഒരു ഡോക്ടറേറ്റൊക്കെ ഉള്ള ആളാണ്, അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ കൂടുതൽ പറയുന്നില്ല. എന്തും അവതരിപ്പിക്കുന്ന, എന്ത് അശ്ലീലവും പറയാനും എന്തും അവതരിപ്പിക്കുന്ന, യാതൊരു സെൻസിബിലിറ്റിയോ ജീവിതത്തിൽ ഒരാശയമോ ഒരാദർശമോ ഒരു ഐഡിയോളജിയും ഇല്ലാത്ത ഒരു വല്ലാത്ത ഒരു പേഴ്സണാലിറ്റിയാണ് അരുണിൻ്റേത്. അത് പറയാതിരിക്കാൻ നിവർത്തിയില്ല. എന്താണ് അവതരിപ്പിക്കുന്നത് അയാൾക്കറിയത്തില്ല, നാട്ടുകാർക്ക് അറിയത്തില്ല. പക്ഷേ റീച്ചൊക്കെ ഉണ്ട്, റീച്ചുണ്ട്, നാട്ടുകാർ കാണുന്നു. അതിപ്പം ഇവിടെ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്നത് അശ്ലീല മാഗസിനുകൾ വിറ്റ് പോകുന്നില്ലേ, പടങ്ങൾ ധാരാളം വിറ്റ് പോകുന്നില്ലേ, അതൊക്കെ പോകും. അതുപോലെ തന്നെ ചാനലുകളിൽ യൂട്യൂബിലൊക്കെ കയറിയാൽ ഏറ്റവും കൂടുതൽ പോകുന്ന നെഗറ്റീവ് വീഡിയോസിനല്ലേ ഏറ്റവും കൂടുതൽ ആരാധകരുള്ളൂ, അല്ല പോസിറ്റീവ് വീഡിയോസിനല്ലല്ലോ. പിന്നെ മോട്ടിവേഷൻ വീഡിയോസിനോ പോസിറ്റീവ് വീഡിയോസിനൊക്കെ വളരെ കുറച്ച് ആരാധകരേ ഉള്ളൂ. പക്ഷേ നെഗറ്റീവ് വീഡിയോസിന് വലിയ ഇട്ട് കഴിഞ്ഞാൽ ലക്ഷങ്ങളാണ് കാക്ക കൊത്തും പോലെ അപ്പോൾ തന്നെ കൊത്തുകൊണ്ട് പോകുന്നത്. അതുകൊണ്ട് അതിൽ ആ രംഗത്ത് യു ആർ കറക്റ്റ്, അരുണാണ് ശരി. ഈ കാലഘട്ടത്തിൻ്റെ ഈ എല്ലാ അധമ പ്രവർത്തനങ്ങളുടെയും മൂർത്തീഭാവം മുന്നിട്ട് നിൽക്കുന്ന, ഒരു ജനാധിപത്യവുമില്ലാത്ത, ഒരു ഭരണഘടനയെ അംഗീകരിക്കാത്ത, സ്വജനപക്ഷപാതവും തോന്നിയവാസവും അഴിമതിയും എല്ലാം ഇങ്ങനെ ഉച്ചസ്ഥായി നിൽക്കുന്ന ഈ സമൂഹത്തിൽ അരുൺമാരാണ് ശരി. അതിലേക്ക് മാധുമാർ ചെന്ന് ചേരുമ്പോൾ, മാധു സജിയെപ്പോലുള്ളവർ ചെന്ന് ചേരുമ്പോൾ അവരും കൂടുതൽ ശരി ആവുകയാണ്. പക്ഷേ സമൂഹത്തിൽ അവർ എന്തായിരിക്കും അവരുടെ സ്ഥാനമെന്ന് തീരുമാനിക്കാൻ ഞാനാളല്ല. ഈ സമൂഹം എല്ലാം കാണുന്നു. കാലമെല്ലാം തീരുമാനിക്കട്ടെ.